Good morning to all. Edge for Advanced Studies in BPAG 173 governance question paper discussion എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ജൂൺ 2024 ൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിനെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓവറോൾ സ്ട്രക്ചർ പറയാം. ടോട്ടൽ 3 hours-നാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. 3 മണിക്കൂറിൻ്റെ എക്സാമാണ്, 100 മാർക്കിൻ്റെ എക്സാമാണ്. അതുപോലെ അവരൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ആൻസർ എനി 5 of the following questions in about 400 words each. Select at least 2 questions from the each section. All question carry equal marks. Okay, so there are 2 sections എന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ മൊത്തം സ്ട്രക്ചറിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവർ പറയുന്നത് ആൻസർ എനി 5 of the following questions in 400 words എന്നാണ് പറയുന്നത്. 400 വേർഡ്സിൽ എനി 5 ക്വസ്റ്റ്യൻ, മൊത്തത്തിൽ 8 ക്വസ്റ്റ്യനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. Then select at least 2 questions from each section. അപ്പോൾ എ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, ബി സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. രണ്ടിലും 4 എണ്ണം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും സെലക്ട് ചെയ്യണം. അപ്പോൾ എ സെക്ഷനിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുക, ബി സെക്ഷനിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുക. ദെൻ ബാക്കി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, സോ ടോട്ടൽ അങ്ങനെ 5 ക്വസ്റ്റ്യൻ കമ്പൽസറി ആയി അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. 2 സെക്ഷനിൽ നിന്നും 2 ക്വസ്റ്റ്യൻ കമ്പൽസറി ആയി എടുത്തിരിക്കണം. അതാണ് ഇവരുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. അപ്പോൾ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ്, 100 മാർക്കാണ്, മാക്സിമം 3 hours ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉള്ളൂ. ഗോട്ട് ഇറ്റ്. നൗ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ എ, ക്വസ്റ്റ്യൻ നമ്പർ 1. Discuss the types of applications of information and communication technology. Discuss the types of applications of information and communication technology. എന്താ ഇവിടെ പറയുന്നത്? ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻസ് ആണ്. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് യൂണിറ്റിലാണ് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണെന്ന് പറയണം. അതിനുശേഷം വേണം ഈ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം യൂണിറ്റ് 1-ലാണ് ഉള്ളത്. നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് 1-ലെ അപ്ലിക്കേഷൻസ് ഓഫ് ICT എന്ന് പറഞ്ഞിട്ട് ഇൻഫോർമേഷൻ സർവീസ്, കമ്മ്യൂണിക്കേഷൻ സർവീസ്, ട്രാൻസാക്ഷൻസ് ആൻഡ് രജിസ്ട്രേഷൻ സർവീസ്, ഇൻ്റഗ്രേറ്റഡ് അപ്ലിക്കേഷൻസ്, അങ്ങനെ കുറച്ച് സബ് ഹെഡിങ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണെന്ന് എഴുതുക. അതിനൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ എഴുതുക. ബിക്കോസ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് ദ പോയിന്റ്. ഓക്കെ, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണ്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, അതെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് പോലെ എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇതാണ്, ദെൻ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഇത് ഇന്ന രീതിയിലൊക്കെ ജനങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ദെൻ ഇതാണ് ഇത്രയൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഗോട്ട് ഇറ്റ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹെൽപ്സ് അഡ്മിനിസ്ട്രേഷൻ ടു പെർഫോം ഇറ്റ്സ് ഡ്യൂട്ടീസ് ടുവേർഡ്സ് സിറ്റിസൺ ബൈ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ്. എക്സാമിൻ. ഇത് നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് സാധാരണ ജനങ്ങൾക്ക്, ഈവൻ ഈ കോഴ്സ് എടുക്കാത്ത ആളുകൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അഡ്മിനിസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യത്തിൽ? അഡ്മിനിസ്ട്രേഷനിലൂടെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പബ്ലിക് സർവീസ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എഫിഷ്യൻ്റായ എഫക്റ്റീവായ പബ്ലിക് സർവീസുകൾ എത്തിക്കാൻ ആര് സഹായിച്ചിട്ടുണ്ട്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സഹായിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? അതൊന്ന് എക്സാമിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എടുക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു എൻ്റയർ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നതിന് ശേഷം ഗവേണൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, എന്തൊക്കെ രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയി, അക്കൗണ്ടബിൾ ആയി,
അതുപോലെ കറപ്ഷൻ കുറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ഇ പഞ്ചായത്ത് പ്രൊജക്ട് ഇൻ ആന്ധ്രാപ്രദേശ്. ഇത് ഏതിലാണ് വരുന്നത്? ഈ പഞ്ചായത്ത് പ്രൊജക്റ്റിനെ കുറിച്ച്, ഇലക്ട്രോണിക് പഞ്ചായത്ത് പ്രൊജക്റ്റിനെ കുറിച്ച്, അതും ആന്ധ്രാപ്രദേശിലുള്ള ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഏത് യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുന്നതിന് മുമ്പ് എന്ത് വേണം? ഈ പഞ്ചായത്ത് പ്രൊജക്റ്റ് എന്താണെന്ന് പറയണം. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് യൂണിറ്റ് 6 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംപ്രൂവിങ് സെൽഫ് ഗവർണൻസ് ത്രൂ ICT എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റിലെ ആ ഒരു എന്താണ് ഈ പഞ്ചായത്ത് പ്രൊജക്റ്റ് ഇൻ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പഞ്ചായത്ത് പ്രൊജക്റ്റ് എന്ന് പറയണം. ആന്ധ്രാപ്രദേശിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫോർത്ത് ക്വസ്റ്റ്യനിൽ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നിട്ട് 20 മാർക്കിനെ 10 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2 ടോപ്പിക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. ഒരു ടോപ്പിക്കിന് 10 മാർക്ക്, രണ്ടാമത്തെ ടോപ്പിക്കിന് 10 മാർക്ക് എന്നുള്ള രീതിയിൽ. ഒരു ടോപ്പിക്ക് 200 വേർഡ്സിൽ എഴുതുക, രണ്ടാമത്തെ ടോപ്പിക്ക് 200 വേർഡ്സിൽ എഴുതുക, അങ്ങനെ 400 വേർഡ്സ് ആക്കുക എന്നുള്ള രീതിയിലാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഞാൻ വായിച്ചു തരാം. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് ഇ ഗവർണൻസ്, ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വില്ലേജ് നോളജ് സെന്റർ. ഓക്കെ, അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ മോഡൽസ് ഓഫ് ഇ ഗവർണൻസ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 200 വേർഡ്സിൽ എഴുതണം. എങ്ങനെ എഴുതും? ഏതിലാണിത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഏതിലാണ്? യൂണിറ്റ് 2 ഇ ഗവർണൻസ് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റിലെ നിങ്ങൾ ആദ്യം ഇ ഗവർണൻസ് എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ് എല്ലാം പറഞ്ഞതിന് ശേഷം മോഡൽസ് ഓഫ് ഇ ഗവർണൻസ് ഏതൊക്കെയാണ്, അങ്ങനെ ഒരു 5 മോഡൽസ് നിങ്ങൾക്ക് അതിൽ കാണാം. ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, ക്രിറ്റിക്കൽ ഫ്ലോ മോഡൽ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു 5 എണ്ണം കാണാം. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഈസി വൺ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വില്ലേജ് നോളജ് സെൻറ്റർ. വില്ലേജ് നോളജ് സെൻറ്ററിനെ കുറിച്ച് ഇതിലാണ് പറയുന്നത്. യൂണിറ്റ് 6 പറയുന്നത് റോൾ ഓഫ് ICT ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റിലാണ് വില്ലേജ് നോളജ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സബ് ടോപ്പിക്ക് വരുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസറും എഴുതാൻ സാധിക്കും. Now we can move to section B. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ കവർ ചെയ്തു. 4 ക്വസ്റ്റ്യനും വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആണ്, ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി സെക്ഷൻ B, റൈറ്റ് എ നോട്ട് ഓൺ ഇ ഗവർണൻസ് പ്രൊജക്ട്സ് ഇൻ അർബൻ ഏരിയാസ്. ഓക്കെ, റൈറ്റ് എ നോട്ട് ഓൺ ഇ ഗവർണൻസ് പ്രൊജക്ട്സ് ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ എന്താണ് അർബൻ ഏരിയാസിലുള്ള ഇ ഗവർണൻസ് പ്രൊജക്റ്റിനെ കുറിച്ചൊരു നോട്ട് എഴുതാനാണ് 5ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതും 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതെവിടെയാണ് വരുന്നത്? ഈ ഒരു അർബൻ ഏരിയാസിനെ കുറിച്ച് ഏതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? യൂണിറ്റ് 10 ഇ ഗവർണൻസ് പ്രൊജക്ട്സ് ഇൻ അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് എഴുതാം. ഈവൻ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ച് എഴുതാം. ഏതൊക്കെയാണ്? പല രീതിയിലുള്ള ആപ്സുകൾ വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള വെബ്സൈറ്റ് ഇന്ന് ജനങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇ ഗവർണൻസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ 6th one, ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ എടുത്തൊരു ടോപ്പിക്കാണ് ഇ കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് 9 ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നു, കൺസ്യൂമേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നു, സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നു എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. അതാണ് യൂണിറ്റ് 9 പറയുന്നത്. ദാറ്റ്സ് എ ആൻസർ ഓഫ് 6th question. Now 7th question, analyze the gaps in the implementation of Right to Information Act 2005 and suggest suitable measures for its effective implementation. അപ്പോൾ 7th question ആൻസർ എവിടെയാ? ഈ ഒരു ഇൻഫോർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ച് ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നത് യൂണിറ്റ് 3 അല്ലേ? ഒരു ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് അതിലാണ് ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ച് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇൻഫോർമേഷൻ കിട്ടും. ഒപ്പം
യൂണിറ്റ് 11 ഇൻഫോർമേഷൻ പോളിസി റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതിൽ ഒപ്പം സജഷൻസും കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള സജഷൻസും ആ യൂണിറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ 7th ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? നൗ 8th ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. ഓക്കെ, 200 വാക്കിൽ, ആ ഒരു 4ാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. 200 വാക്കിൽ 2 ടോപ്പിക്ക് തന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എ ക്വസ്റ്റ്യൻ, ഇ ലേണിംഗ് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്. 10 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ, 200 വേർഡ്സിൽ എഴുതണം. ഇ ലേണിംഗ് എന്താണ്, കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമ്മൾ യൂണിറ്റ് 8ൽ പഠിച്ചതാണ്. പിന്നെ നമുക്കും അറിയാം ഇ ലേണിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് എഴുതാം. കൊറോണ ടൈമിൽ എത്രത്തോളം ഇലക്ട്രോണിക് ലേണിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ലേണിംഗ് എത്ര ഹെൽപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ തന്നെ 8ാമത്തേൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്, ബി ക്വസ്റ്റ്യൻ, സിറ്റിസൺ സർവീസ് ഡെലിവറി പോയിന്റ്സ്. സിറ്റിസൺ സർവീസ് ഡെലിവറി പോയിന്റ്സ്, ഇതാണ് അതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇത് യൂണിറ്റ് 6ലാണ് പറയുന്നത്. റോൾ ഓഫ് ICT ഇൻ റൂറൽ ഡെവലപ്മെന്റിലാണ് ഈ സിറ്റിസൺ സർവീസ് ഡെലിവറി പോയിന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള കേന്ദ്രങ്ങളെയാണ് സിറ്റിസൺ സർവീസ് ഡെലിവറി പോയിന്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഈ റൂറൽ ഡെവലപ്മെന്റിന് ഒരു വലിയ ഭാഗം വഹിച്ച ഒന്നാണ് സിറ്റിസൺ സർവീസ് ഡെലിവറി പോയിന്റ്സ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇനി കോമൺ ആയിട്ട് കുറച്ച് കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ ഗവേണൻസ്, അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുക, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതും നന്നായി പഠിക്കുക. അതുപോലെ തന്നെ ഇ ലേണിംഗ്, ഇ കൊമേഴ്സ്, ഇതാണ് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ആ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഡ്ജിൻ്റെ ആപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ എഡ്ജിൻ്റെ കോഴ്സിന് ചേർന്നവർക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രം എഡ്ജ് ആപ്പ് ഓൾസോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.